ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, തുർമുദി, അബൂദാവൂദ്, ഇബ്നു മാജ, അഹ്മദ് റളിയല്ലാഹുവിനും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രശസ്തമായൊരു ഹദീസ് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൊട്ട് ഉദ്ധരിക്കുന്നു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസവുമില്ല അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ദുൽഹിജ്ജ 10-നേക്കാളും 10 ദിവസങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്നത് അത്രമേൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെയുള്ള മറ്റു ദിനങ്ങളേ ഇല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ കടന്നു വന്ന ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളും വളരെ നിർണായകമായ പ്രതിഫലം ലഭിക്കുന്ന, ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന വളരെ പവിത്രമേറിയ ദിനങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പതിവിനെക്കുറിച്ച് അവിടുത്തെ പത്നിമാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 10 ദിനങ്ങളിൽ 9 ദിവസങ്ങളിലും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. വളരെ പവിത്രമേറിയ ദിനമാണ്. അറഫയുടെ ദിവസം എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയ പകലും കൂടെയാണ് അറഫയുടെ പകലെന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ് കൃത്യമായിട്ട് ഈ 10 ദിനങ്ങൾ ഇബാദത്ത് ചെയ്യാനും സുഹൃതങ്ങൾ ചെയ്യാനും ഒക്കെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.